സംസ്ഥാനത്ത് വീണ്ടും നിപ ഭീതി ഉയർന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ സംസ്ഥാനം നിപയെയും മറ്റ് പകർച്ചവ്യാധികളെയും നേരിട്ട രീതിയും ഇന്നത്തെ മന്ദഗതിയിലുള്ള നീക്കങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ അക്കമിട്ട് നിരത്തിയത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരുന്ന അടിയന്തര ജാഗ്രത ഇത്തവണ എവിടെയും ദൃശ്യമാകുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആക്ഷേപം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പാളിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. നിപയെ നേരിടുന്നതിൽ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും തമ്മിൽ യാതൊരുവിധ ഏകോപനവും ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നത്. മുൻകാലങ്ങളിൽ കേരളം ഒറ്റക്കെട്ടായി നിന്ന് നിപയെ തോൽപ്പിച്ച ചരിത്രമുണ്ടെന്നും എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കിടയിൽ പോലും കടുത്ത ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മുൻപ് ഇടതുപക്ഷ സർക്കാർ പ്രതിസന്ധികളെ നേരിട്ട യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള രീതി നിലവിലത്തെ സർക്കാർ മാതൃകയാക്കുന്നില്ലെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. മുൻപ് ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനം ഭരിച്ചിരുന്ന കാലത്ത് നിപ രോഗബാധ ഉണ്ടായപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി നേരിട്ട് നിപ ബാധിത മേഖലകളിലെ ക്യാമ്പ് ചെയ്തതാണ്. എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചിരുന്നതും ഇത്തരത്തിലായിരുന്നു. ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്താൻ അത് സഹായിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ അത്തരം യാതൊരുവിധ മുൻകൈയോ ജാഗ്രതയോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും കാണുന്നില്ലെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും പ്രാദേശിക ജനപ്രതിനിധികളെ മാറ്റി നിർത്തുന്നതിലെ യുക്തിയില്ലായ്മ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു ആകേണ്ട കൺട്രോൾ റൂമുകളിൽ നിന്നും ജനപ്രതിനിധികളെ അകറ്റി നിർത്തുന്ന വിചിത്രമായ സമീപനമാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. കൺട്രോൾ റൂം എന്നത് ജനപ്രതിനിധികൾക്ക് കയറി വരാൻ പാടില്ലാത്തതോ അന്യമായോ ആയ ഒരിടമല്ല. ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ജനപ്രതിനിധികളെ ഇത്തരം പ്രതിരോധ പ്രക്രിയയിൽ നിന്നും മാറ്റി നിർത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ ഘട്ടത്തിൽ കൺട്രോൾ റൂമുകളിലെ ഫോൺ വിലക്കുകൾ ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പും തമ്മിലുള്ള ഇത്തരം തർക്കങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കും. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഈ ഒരു വിഷയത്തിൽ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് അടിയന്തരമായി മുൻകൈ എടുക്കണമെന്നും താഴെത്തട്ടിലുള്ള ഏകോപനമില്ലായ്മ പരിഹരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ തയ്യാറാകണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച ചില ഭരണപരമായ തീരുമാനങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ അനാവശ്യ ഇടപെടലുകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. രോഗവ്യാപനത്തിലെ ഈ നിർണായക ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയ നടപടി തികച്ചും അപ്രായോഗികവും ഗൗരവമില്ലാത്തതുമാണ്. നിപ പോലെയുള്ള ഒരു പകർച്ചവ്യാധി പകർന്നു പിടിക്കുന്ന അതിഗൗരവമായ സാഹചര്യത്തിലാണ് DHSനെ മാറ്റാൻ സർക്കാർ നടപടി ഉണ്ടായത്. ഇത് സാഹചര്യത്തിന്റെ ഗൗരവം ഒട്ടും കണക്കിലെടുക്കാതെയുള്ള നീക്കമാണ്. സാധാരണ നിലയിൽ ഒരു സംസ്ഥാനത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ടാകുമ്പോൾ അത്തരം പ്രധാന പദവികളിൽ ഇരിക്കുന്ന പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ മാറ്റാറില്ലെന്നും അത് ഭരണകൂടത്തിന്റെ വലിയൊരു പാളിച്ചയാണെന്നും പിണറായി വിജയൻ തുറന്നടിച്ചു. ഉദ്യോഗസ്ഥരെ മാറ്റിയതിൽ ആരോഗ്യമന്ത്രി നൽകിയ വിശദീകരണങ്ങൾ ഒട്ടും യുക്തിസഹമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. DHS ഔദ്യോഗിക സംവിധാനത്തോട് നിസ്സഹരിച്ചത് കൊണ്ടാണ് മാറ്റേണ്ടി വന്നതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വാദമെങ്കിൽ അതിനെ പ്രതിപക്ഷം ശക്തമായി തള്ളിക്കളയുന്നു. യഥാർത്ഥത്തിൽ ആരോഗ്യ വ്യവസ്ഥ കൃത്യമായി നടപ്പാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെയാണ് മന്ത്രിയും വകുപ്പും പുകച്ചു പുറത്താക്കാൻ നോക്കിയത്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കോ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനോ യാതൊരുവിധ പരിഗണനയും നൽകാതെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ആരോഗ്യവകുപ്പിലെ ആഭ്യന്തര ഈഗോയും തർക്കങ്ങളും കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. വകുപ്പിലെ ഇത്തരം അനാവശ്യമായ അഴിച്ചുപണികളും മന്ത്രിയുടെ പിടിവാശികളും കാരണം താഴെത്തട്ടിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ആരോഗ്യവകുപ്പിലെ ഈ ആഭ്യന്തര തർക്കങ്ങൾ ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയായി മാറരുത്. ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി നിർത്താതെ അവരെ വിശ്വാസത്തിലെടുത്ത് ഒപ്പം നിർത്തിക്കൊണ്ട് മാത്രമേ ഈ നിപ ഭീതിയിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ സർക്കാരിന് സാധിക്കൂവെന്ന് പിണറായി വിജയൻ ഓർപ്പിച്ചു. നിപയ്ക്ക് പുറമെ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന മറ്റു പകർച്ചവ്യാധികളെ കുറിച്ചും കടുത്ത ആശങ്കയാണ് പ്രതിപക്ഷം പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്ത് കൊതുക് വഴി പടരുന്ന രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. വെസ്റ്റ് നൈൽ രോഗബാധ കാരണം ഒരാഴ്ചക്കിടെ 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേരളത്തിൽ ഷിഗല്ല രോഗബാധയും വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ പിണറായി വിജയൻ കോളറ സ്ഥിരീകരണത്തിൽ പോലും ആരോഗ്യവകുപ്പിന് ആശയക്കുഴപ്പമുണ്ടെന്ന് പരിഹസിച്ചു. മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ സർക്കാരിനെതിരെ ശാപവാക്കുകൾ പറഞ്ഞ് കയ്യടി വാങ്ങിയിരുന്ന ആളാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രി എന്നും ഭരിക്കുന്നവരെ നോക്കിയല്ല രോഗം പകരുന്നതെന്ന് 1 മാസത്തിനകം മന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്കിലും ഈ സാഹചര്യത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ CPM ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രതിപക്ഷം സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിപയോടൊപ്പം തന്നെ ഷിഗല്ലയും കോളറയും വെസ്റ്റ് നൈൽ പനിയും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുപോലെ ആരോഗ്യവകുപ്പിലെ ആഭ്യന്തര തർക്കങ്ങളും ഏകോപനമില്ലായ്മയും പരിഹരിച്ച് ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ രംഗത്തിറങ്ങേണ്ടതുണ്ട്.